ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ക്രിസ്തു നമ്മിൽ ജനിക്കുമോ? ജനിക്കും, ജനിക്കുമായിരിക്കും. ഒരു ചോദ്യം കൂടി. ഇക്കാലമത്രയും നമ്മുടെ ഹൃദയത്തിൽ ജനിച്ച ക്രിസ്തു എവിടെ? ക്രിസ്തുവിൻ്റെ അടയാളമായ നക്ഷത്രം നമ്മുടെ ഭവനത്തിൽ തൂക്കിയിട്ടിട്ട് ക്രിസ്തു നമ്മുടെ ഭവനത്തിൽ ഉണ്ടോ എന്ന് നാം തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. രണ്ടു കൂട്ടരാണ് ക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ ചെന്നെത്തിയവർ. ഒന്ന്, ഒന്നും അറിയാത്ത ആട്ടിടയന്മാർ. രണ്ട്, എല്ലാം അറിയുന്ന ജ്ഞാനിയായ രാജാക്കന്മാർ. ഇവർ രണ്ടുപേരും സമാധാനം കണ്ടെത്തിയത് ക്രിസ്തുവിനെ കണ്ടപ്പോഴാണ്. അങ്ങ് അന്തഃപുരത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ കന്യകമാർ ഒരുങ്ങിയിരുന്ന കാലത്ത് കേവലം ഒരു ബാലികയുടെ ഉദരത്തിൽ ക്രിസ്തു ജനിച്ചപ്പോൾ അവനെ നേരിട്ട് കണ്ടപ്പോഴാണ് പണ്ഡിതരായ രാജാക്കന്മാരും പാമനരായ ആട്ടിടയന്മാരും ആ സന്തോഷത്തിൻ്റെ ദേവോത്തരനെ കണ്ടറിഞ്ഞത്. നാം ആരായിരുന്നാലും ക്രിസ്തു നമ്മിൽ ഉണ്ടാകുമ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത്. അതാണ് മാലാഖമാർ പാടിയത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈ വാക്യത്തെ രണ്ടായി തിരിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, അത് എന്നും ഇന്നും ലോകാവസാനത്തോളം ഈ മഹത്വം ഉണ്ടാകും, ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ ആർക്കാണ് സമാധാനം? ഈ ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അപ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാകണമെങ്കിൽ ക്രിസ്തു നമ്മിൽ ജനിക്കണം, ക്രിസ്തു നമ്മിൽ ഉണ്ടാകണം. ക്രിസ്തു എവിടെയാണ് ജനിച്ചത്? ബേത്ലഹേം കാലിത്തൊഴുത്തിൽ അല്ലേ? എന്നാൽ ആദ്യം ക്രിസ്തു ജനിച്ചത് പിതാവായ ദൈവത്തിൻ്റെ മനസ്സിൽ, പിന്നെ യൗസേപ്പ് പിതാവിൻ്റെ സ്വപ്നത്തിൽ, തുടർന്ന് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ. അങ്ങനെയെങ്കിൽ ക്രിസ്തു നമ്മിൽ ഉരുവാകുമ്പോഴാണ് താൻ ദൈവപുത്രനെ പോലെ ആയിത്തീരുന്നത്. ഇതിന് ദൂതൻ നമ്മോട് സംസാരിക്കണം. എന്താണ് ദൂതൻ പരിശുദ്ധ അമ്മയോട് സംസാരിച്ചത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. നമ്മളിൽ ദൈവപുത്രൻ ജനിക്കുവാൻ രണ്ട് കാര്യങ്ങൾ നടക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരണം, അത്യുന്നതന്റെ ശക്തി നമ്മിൽ ആവസിക്കണം. അപ്പോൾ നമ്മൾ ദൈവപുത്രർ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധ അമ്മയിൽ ദൈവപുത്രൻ ജനിക്കാൻ കാരണമെന്ത്? കൊട്ടാരത്തിലെ സ്ത്രീകളെക്കാൾ പരിശുദ്ധ അമ്മയിൽ എന്ത് യോഗ്യതയാണ് ദൈവം കണ്ടത്? ഇത് മനസ്സിലാക്കാൻ പരിശുദ്ധ അമ്മയും എലിസബത്തും തമ്മിലുള്ള കൂടിക്കാഴ്ച നാം മനസ്സിലാക്കണം. പരിശുദ്ധ അമ്മ കഷ്ടപ്പെട്ട് 100 കിലോമീറ്ററിലധികം നടന്ന് ചെന്ന് എലിസബത്തിനെ ശുശ്രൂഷ ചെയ്യുന്നു. സമൂഹത്തിൽ കഷ്ടപ്പെട്ട് ബന്ധപ്പെട്ട് ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരിക്കലും ഒരു സന്യാസി നാട്ടിലെ പ്രമുഖരെ വിളിച്ചു വരുത്തി ദാനധർമ്മത്തെക്കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു. അവർക്ക് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ സന്യാസി ചോദിച്ചു, നിങ്ങളിൽ 10 പറ കണ്ടമുള്ളവർ 1 പറ കണ്ടം ദാനം ചെയ്യുവാൻ മനസ്സുള്ളവർ കൈപൊക്കുക. അവർ കൈപൊക്കി. നിങ്ങളിൽ 10 പറ നെല്ലിൽ 1 പറ നെല്ല് ദാനം ചെയ്യുവാൻ മനസ്സുള്ളവർ കൈപൊക്കുക. അങ്ങനെ കുറേ ലിസ്റ്റ് ചോദിച്ചു. എല്ലാവരും കൈപൊക്കി. അവസാനം ഒരു ചോദ്യം, നിങ്ങളിൽ 2 കാളയുള്ളവരിൽ ഒന്നിനെ ദാനം ചെയ്യുവാൻ തയ്യാറുള്ളവർ കൈപൊക്കട്ടെ. ആരും കൈപൊക്കിയില്ല. കാരണം ആദ്യം പറഞ്ഞതൊന്നും ആ പാവപ്പെട്ടവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. കാള മാത്രമേ അവർക്കുണ്ടായുള്ളൂ. അതിലൊന്നിനെ കൊടുത്താൽ അവർക്ക് ജീവിക്കാൻ വളരെ പ്രയാസമാണ്. നമ്മുടെ ആത്മീയ ബന്ധം, സമൂഹ ബന്ധം ഇങ്ങനെയാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നേനെ, പക്ഷെ ഇല്ലല്ലോ. ഈശോ സ്വർഗം വിട്ട് മനുഷ്യരൂപം പൂണ്ട് ഭൂമിയിലേക്ക് വന്നത് നാം സഹനത്തിലൂടെ നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാനാണ്. പരിശുദ്ധ അമ്മ അത് ചെയ്തു. പരിശുദ്ധ അമ്മയുടെ സ്വരം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു തുള്ളിച്ചാടി. ആ കൂടിക്കാഴ്ച വിശുദ്ധമായി തീർന്നു. നമ്മുടെ കൂടിക്കാഴ്ചകൾ വിശുദ്ധമായി തീരാറുണ്ടോ? എലിസബത്ത് പറയുന്നു, നീ ഭാഗ്യവതി, നിന്റെ ഉദരഫലം വിശുദ്ധം. മറ്റുള്ളവരെ കാണുമ്പോൾ നീ ഭാഗ്യവതി എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ?
എലിസബത്ത് വീണ്ടും പറഞ്ഞു, കർത്താവ് അരുളി ചെയ്തത് നിവർത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതാണ്? അത് ദൃഢമാണോ? അടച്ച വാതിൽ തുറക്കുവാൻ ദൈവം മതിയായവനാണെന്ന് നോഹ വിശ്വസിച്ചതുപോലെ ഈ കാലഘട്ടം നമ്മെ അടച്ചു സൂക്ഷിക്കുമ്പോൾ തുറക്കുവാൻ മതിയായവനാണ് യേശു എന്ന് നാം വിശ്വസിക്കണം. ക്രിസ്തു ഇവിടെ ഉണ്ട് എന്ന് ഓരോ നക്ഷത്രവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ നാം ലോകത്തിൻ്റെ നക്ഷത്രമായി തീരണം. രവീന്ദ്രനാഥ ടാഗോർ പറയുന്നത് പോലെ, പ്രകാശം മുന്നിൽ നിൽക്കുമ്പോൾ നിഴൽ പിന്നിലാണ്. പ്രകാശം പിന്നിലായാൽ നിഴൽ മുന്നിലാണ്. എന്നാൽ പ്രകാശം നിന്നിലായാൽ നീയുമില്ല, നിഴലുമില്ല, പ്രകാശം മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രകാശമാകുന്ന ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ വരവറിയിച്ച നക്ഷത്രത്തെ പോലെ ഈ ഭൂമിയിൽ സ്വയം പ്രകാശിക്കുവാനും ക്രിസ്തു ഇവിടെയുണ്ട്, നമ്മിലുണ്ട്, നാം വസിക്കുന്നിടത്തുണ്ട് എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്മസ് നിങ്ങൾക്കേവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.